നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 30,000 രൂപ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വന്നു. ഒരു മാസത്തെ കറണ്ട് ബില്ലാണ്. ഞങ്ങൾ 4 പേര് താമസിക്കുന്ന ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്, 2 BHK അപ്പാർട്ട്മെൻറ്റിൻ്റെ കറണ്ട് ബില്ലാണ് 30,000 രൂപ എന്ന് പറയുന്നത്. അതായത് 2 പേര്, ഞാനും വൈഫും 2 പിള്ളേരും താമസിക്കുന്ന അടുത്ത കറണ്ട് ബില്ലാണ്. അന്നേരം ഇപ്പോൾ തണുപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം ഹീറ്ററൊക്കെ ഇടുമായിരുന്നു. അത് ഫുൾ ടൈം ഒന്നുമില്ല, ഒരു 4 മണിക്കൂറൊക്കെ ദിവസം വെച്ചൊക്കെ ഇടുമായിരുന്നു. അന്നേരം വന്ന കറണ്ട് ബില്ലൊക്കെയാണ്. അന്നേരം ഞാൻ നിങ്ങളെ പ്രൂഫ് സഹിതം കാണിക്കാം. അന്നേരം ചിലർ ചോദിക്കുന്നത് ഞാനിതൊക്കെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ഇത്രയും കറണ്ട് ബില്ലാകുമോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം നമ്മൾ നാട്ടിലെ കറണ്ട് ബില്ലൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിയിട്ടുണ്ടല്ലേ, 10,000 രൂപയായാലും ആരും സോളാർ വെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വലിയൊരു വീട്ടിലാണ്, അത്രയും വലിയ വീട്ടിൽ അത്രയും ആൾക്കാർ താമസിക്കുന്നിടത്ത് പോലും അത്രയും കറണ്ട് ബില്ല്. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നാട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു ഭയങ്കര എമൗണ്ടായിട്ട് തോന്നി. ഒരു മാസത്തെ കറണ്ട് ബില്ല് 4 പേർക്ക് ഇത്രയാവുക എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ആ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് കാണിക്കാം. ഞങ്ങൾക്ക് കറണ്ട് ബില്ല് വന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓരോ മാസത്തെ ഒന്ന് കമ്പാരിസൺ കാണിച്ചു തരാം എന്തൊക്കെയായി. ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം ഡെബിറ്റ് ആകാൻ കൊണ്ട് ഇനി 40,000 രൂപ കൊടുക്കാറുണ്ട്. ബാലൻസ് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഡയറക്റ്റ് ഡെബിറ്റ് നമ്മൾ 13,000 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് 130 കാണിച്ചേക്കുന്നത്. അന്നേരം ബാലൻസ് അത്രയും കൊടുക്കാനുണ്ട്. കണ്ടോ, ഇനി 31 ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ വന്നത് കേട്ടോ. ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ 289 പൗണ്ട് 54 പെൻസ്, ഏകദേശം 290 പൗണ്ട് അടുപ്പിച്ച്, ഏകദേശം 30,000 രൂപയാണ് ഡിസംബറിലെ ബില്ല് വന്നേക്കുന്നത്. പിന്നെ ജാനുവരി നോക്കുകയാണെങ്കിൽ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട്, 260 അതായത് 26,000 രൂപ ജാനുവരി മാസത്തെ. ഫെബ്രുവരിയിലേയും വന്നിട്ടുണ്ട് 238, 24,000 രൂപ. ഇനി ഈ മാസത്തെ ഏത് വരുമോ അറിയത്തില്ല, മാർച്ചിലെ. അതിൻ്റെ മീറ്ററിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത് 1149 മീറ്റർ വാടകയാണ്. ബാക്കി ഇനി കറണ്ട് ബില്ല് വരുമ്പോൾ അറിയാൻ പറ്റും. അന്നേരം ഞാൻ ഇത്രയും ബില്ലൊക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, നിങ്ങൾക്ക് എത്ര ബില്ല് വരുന്നതെന്നുള്ളത്. UK ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ആവറേജ് ഇത് ഞങ്ങൾക്ക് കൂടുതലാണോ അതോ ഇത് നോർമലാണോ എന്നറിയത്തില്ല. മീറ്ററിന് കുഴപ്പമില്ലെന്നൊക്കെ മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മാസങ്ങളിലൊക്കെ കൺസപ്ഷൻ കുറഞ്ഞതിൻ്റെ വരുന്നുണ്ട്, അന്നേരം റേറ്റും ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൗൺസിൽ ടാക്സ് കൂടിയിട്ടുണ്ട്. ഈ വർഷം കൗൺസിൽ ടാക്സ് കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തേക്കായിട്ട് 100 പൗണ്ടോളം ഇയർലി കൗൺസിൽ ടാക്സ് കൂടിയിട്ടുണ്ട്. അതിൻ്റെയും ബില്ല് വന്നിട്ടുണ്ട്. ഞാനിതിലൂടെ കാണിക്കാം നിങ്ങളെ ബില്ല്, പുതിയത് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ല് ആർക്കെങ്കിലും ഇതേമാതിരി വന്നിട്ടുള്ള കൂടുതലായിട്ടുണ്ടോ അതോ ഞങ്ങൾക്ക് കുറവാണോ വന്നേക്കുന്നതെന്നുള്ളതിൻ്റെ അഭിപ്രായം ഒന്ന് എന്തൊക്കെയാണെങ്കിലും പറഞ്ഞേക്കണം. അന്നേരം അതിനുവേണ്ടി ഞാൻ ചെറിയ വീഡിയോ ചെയ്തതാണ്. അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും. സ്റ്റേ സേഫ്. ബൈ.